എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 5 കിള്ളം ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് ആണ് പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ നിന്ന് കേട്ടിട്ട് ഓടി പോകാണ്ടിരിക്കുക. വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് ഈ മാസം നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്തിരിക്കേണ്ടത്. ഒന്നാമത്തേന്ന് പറയുന്നത് വാട്സപ്പ് സ്റ്റാറ്റസ് ഷെഡ്യൂളർ. അതായത് നിങ്ങൾ വാട്സപ്പിൽ ട്രെയിന് പോലെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ സ്റ്റാറ്റസ് ഇടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ഷെഡ്യൂൾ ചെയ്തിടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇത്ര സമയത്തേക്ക് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങൾ കിടന്ന് ഉറങ്ങുന്ന സമയത്തും നിങ്ങളുടെ സ്റ്റാറ്റസുകൾ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കും. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് വാട്സപ്പ് ബിസിനസ് ആണോ വാട്സപ്പ് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഫോട്ടോയോ ടെക്സ്റ്റോ എന്താണ് ഇടാനുള്ളത് ആ ഒരു സാധനം നിങ്ങൾക്ക് ആ മീഡിയ സെൻറ്ററിൽ നിന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ഏത് സമയത്താണ് നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ടടാ, നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടിരിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വാട്സപ്പിൽ നമുക്ക് വീഡിയോ സ്റ്റാറ്റസ് ആയിട്ട് ഇടാനായിട്ട് 30 സെക്കൻഡ് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. എന്നാൽ അത് കട്ട് ചെയ്ത് കറക്റ്റായിട്ട് ആ കട്ട് ചെയ്ത് വെക്കുന്നത് ഒരു ഭയങ്കര ചടങ്ങ് പരിപാടിയാണ്. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വാട്സപ്പ് സാഗ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കലി ഈ ഒരു ആപ്പ് തന്നെ അതിനെ പല പീസസ് ആയിട്ട് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് തന്നോളും. സിമ്പിളാണ്, സമയം ലാഭിക്കാം. നമ്മുടെ അടുത്ത ആപ്ലിക്കേഷനിൽ പോകുന്നതിന് മുന്നേ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്യാം. അതായത് നമ്മുടെ വീഡിയോയുടെ ഓഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇതിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇതൊരു എക്സ്റ്റേണൽ റെക്കോർഡറാണ്. അപ്പോൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഓഡിയോ ഒരു സെപ്പറേറ്റ് ഒരു മെമ്മറി കാർഡിലാണ് റെക്കോർഡായി വരിക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ എഡിറ്റർ ഞാൻ മുന്നേ എടുത്തൊരു വീഡിയോയുടെ ഓഡിയോ കോപ്പി ചെയ്ത് ഇട്ടു എന്ന് കരുതി ഞാൻ രാത്രി ഇരുന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് ആ കാർഡിനെ അങ്ങ് ഫോർമാറ്റ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഞെട്ടിപ്പോയി. അതായത് ആ ഓഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഒരു നിവർത്തിയില്ല. നമ്മുടെ ക്യാമറയ്ക്കകത്ത് റെക്കോർഡ് ചെയ്യുന്ന ഓഡിയോ അത്ര നല്ലതായിരിക്കില്ല, അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ 1 മണിക്കൂറുള്ള വീഡിയോ ഉണ്ട്. അതൊരു ടിവിയുടെ അൺബോക്സിംഗ് ആയിരുന്നു. 1 മണിക്കൂർ ഉണ്ടായിരുന്നു. ആ 1 മണിക്കൂറുള്ള വീഡിയോയ്ക്കകത്ത് ഓഡിയോ ഒന്നുമില്ല. ഈ ഒരു സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്തൊരു ആപ്പാണ് വണ്ടർഷെയർ റിക്കവറിറ്റ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫ് എന്നെ മാറ്റിമറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. വണ്ടർഷെയർ റിക്കവറിറ്റ് എന്ന് പറയുന്നത് ഒരു റിക്കവറി സോഫ്റ്റ്വെയർ ആണ്. അതായത് നിങ്ങളുടെ ഡേറ്റ ഡിലീറ്റ് ആയി പോയി അല്ലെങ്കിൽ ഏതെങ്കിലും സിനാരിയോസിൽ നിങ്ങൾക്കത് നഷ്ടപ്പെട്ടു പോയി എന്നുണ്ടെങ്കിൽ അതെല്ലാം റിക്കവർ ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, ഏത് ഡേറ്റ ആയാലും, അതിന് ഓഡിയോ ഫയൽ ആവട്ടെ, ഫോട്ടോസ് ആവട്ടെ, ടെക്സ്റ്റ് ആവട്ടെ, അല്ലെങ്കിൽ ഏതൊരു ഫയലോ ആവട്ടെ, അത് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഫോർമാറ്റ് ചെയ്തതാവട്ടെ, വൈറസ് അറ്റാക്ക് ഉണ്ടായതാവട്ടെ, അറിയാണ്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് പോയതാവട്ടെ, നിങ്ങളുടെ വീഡിയോ ക്യാമറയുടേതാവട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെതാവട്ടെ, USB ആവട്ടെ, അല്ലെങ്കിൽ SSDയുടെ ആവട്ടെ, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിൻ്റെ ആവട്ടെ, എന്തിൻ്റെയും ഡിലീറ്റ് ആയ ഡേറ്റ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഡേറ്റ അല്ലെങ്കിൽ കറപ്റ്റായി പോയ ഡേറ്റ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാനായിട്ട് പറ്റും. ഈവൻ നിങ്ങൾക്ക് അൾട്രാ HD 4K 8K വീഡിയോസ് വരെ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാനായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയറിൽ സാധിക്കും. അങ്ങനെ വണ്ടർഷെയറിൻ്റെ റിക്കവറിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഞാൻ എൻ്റെ മെമ്മറി കാർഡ് സ്കാൻ ചെയ്ത സമയത്ത് എനിക്ക് അതിൻ്റെ അകത്ത് നിന്ന് ഞാൻ അറിയാണ്ട് ഫോർമാറ്റ് ആയി പോയ എല്ലാ ഓഡിയോ ഫയലുകളും എനിക്ക് വന്നു. അതിനെനിക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റി. എനിക്കത് കേട്ട് നോക്കിയ സമയത്ത് പക്ക ഓഡിയോ തന്നെയാണ്. ഒരു ക്വാളിറ്റിയോ ഒരു തരത്തിലുള്ള ഇഷ്യൂസും ആ ഒരു ഓഡിയോ പ്ലേ ചെയ്യുന്നതിനില്ല. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിച്ചത്. ഈ ഒരു സോഫ്റ്റ്വെയർ ഇല്ലായിരുന്നെങ്കിൽ പെട്ടുപോയത്. ശരിക്കും ഒരു അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഒരു കഥ പോലെ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടർഷെയറിൻ്റെ അകത്ത് വേറെ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് കറപ്റ്റായി പോയ വീഡിയോ നിങ്ങൾക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ വന്ന വീഡിയോ നിങ്ങൾക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ക്യാമറയൊക്കെ ഉപയോഗിക്കുന്നവർക്കറിയാം, ഈ ക്യാമറ ഉണ്ടല്ലോ, ഒരു പ്രശ്നമുണ്ട്. ക്യാമറ ഓവർ ഹീറ്റായിട്ടോ അല്ലെങ്കിൽ ചാർജ് കുറഞ്ഞോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓഫായി പോയി കഴിഞ്ഞാൽ ആ റെക്കോർഡ് ചെയ്തത് മൊത്തം കറപ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കറപ്റ്റായി കഴിഞ്ഞാൽ ഇതിനെല്ലാം റിക്കവർ ചെയ്തെടുക്കാനൊക്കെ ഈ ഒരു സോഫ്റ്റ്വെയറിന് പറ്റും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വണ്ടർഷെയറിൻ്റെ റിക്കവറിറ്റ് എന്നാണ് സോഫ്റ്റ്വെയറിൻ്റെ പേര്. മസ്റ്റ് ട്രൈ ആണ്. എൻ്റെ ലൈഫിൽ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായപ്പോൾ എനിക്ക് മനസ്സിലായതാണ്. നിങ്ങളും ട്രൈ ചെയ്യുക. നമ്മുടെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടെസ്റ്റ്. ഈ ഒരു ആപ്പ് നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു പുതിയ ഫോൺ വാങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോണിൽ തന്നെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുള്ള എല്ലാ CPU വർക്ക് ആവുന്നുണ്ടോ, GPU വർക്ക് ആവുന്നുണ്ടോ, കോർസ് എല്ലാം വർക്ക് ആവുന്നുണ്ടോ, നിങ്ങൾക്ക് എത്ര MB/s അല്ലെങ്കിൽ എത്ര GB/s നെറ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തീരുന്നില്ല. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ സിമ്പിളായിട്ട് തോന്നിയേക്കാം. ഇതിൻ്റെ അകത്ത് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ക്രീന്, മൾട്ടി ടച്ച്, പോയിൻ്റർ, ടച്ച് സ്ക്രീൻ, നെറ്റ്വർക്ക്, GPS, ഓഡിയോ, സെൻസേഴ്സ്, ക്യാമറ,
ബയോമെട്രിക്സ്, സിമ്മ്, ഡിവൈസ് എല്ലാം നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇതെല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. പിന്നീട് ഒരു എക്സ്ട്രാ ടൂൾസ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് വോയിസ് റെക്കോർഡർ ഉണ്ട്, സ്ക്രീൻ റെക്കോർഡർ ഉണ്ട്, കോമ്പസ് ഉണ്ട്, സ്റ്റോപ്പ് വാച്ച് ഉണ്ട്, QR കോഡ് സ്കാനർ ഉണ്ട്, പ്രൈവസി ഡാഷ്ബോർഡ് ഉണ്ട്, അതുപോലെ തന്നെ ആപ്പ് ഡാഷ്ബോർഡ് ഉണ്ട്. പ്രൈവസി ഡാഷ്ബോർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ ആപ്ലിക്കേഷൻ ഏതൊക്കെ പെർമിഷൻ എടുക്കുന്നുണ്ട്, അതായത് കോൾ ലോഗ് പെർമിഷൻ എടുക്കുന്ന ആപ്ലിക്കേഷൻ ഏതൊക്കെയാണ്, ലൊക്കേഷൻ പെർമിഷൻ എടുക്കുന്ന ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം പക്കയായിട്ട് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് വെച്ച് നോക്കിയാൽ മതി കേട്ടോ. നമ്മൾ പുതിയ ക്യാമറയിലേക്ക് മാറിയതിന് ശേഷം എല്ലാവരും പരാതി പറയുന്നത് ചേട്ടാ 60 FPS ഇല്ലല്ലോ, 60 FPS ഇല്ലല്ലോ എന്നാണ്. ആക്ച്വലി ഈ ഒരു ക്യാമറയ്ക്കകത്ത്, ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ക്യാമറയ്ക്കകത്ത് 60 FPS 4K റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് 4K 60 നിങ്ങൾക്ക് തരാനായിട്ട് പറ്റില്ല. സാരമില്ല, നിങ്ങൾ SV പ്ലെയർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏതൊരു വീഡിയോയും നിങ്ങൾക്ക് 60 FPS നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് കാണാൻ പറ്റും. അതായത് നിങ്ങൾ എൻ്റെ വീഡിയോ ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ SV പ്ലെയറിലൂടെ കണ്ടു കഴിഞ്ഞാൽ 60 FPS നിങ്ങൾ കാണുന്ന ആ സ്മൂത്ത്നെസ് കിട്ടും. അതുപോലെ തന്നെ മൂവീസ് ആവട്ടെ, സീരീസ് ആവട്ടെ എല്ലാം നിങ്ങൾക്ക് 60 FPS കാണുന്ന ആ ഒരു സ്മൂത്ത്നെസ് ഈ ഒരു സോഫ്റ്റ്വെയർ കൊണ്ട് തരും. ഇതൊരു AI ബേസ്ഡ് ആയിട്ടുള്ളതാണ്. പിന്നീട് ഇതിനകത്ത് എടുത്ത് പറയാനുള്ളത് ഒരു ഇച്ചിരി പെർഫോമൻസ് വേണം നിങ്ങളുടെ ഫോണിന്. ഓക്കെ, ഫൈനൽ ആയിട്ടുള്ള നമ്മുടെ ആപ്പ് എന്ന് പറയുന്നത് ടൈൽ ഷോർട്ട് കട്ട്. ടൈൽ ഷോർട്ട് കട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വെബ്സൈറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആപ്ലിക്കേഷനോ എന്ത് സാധനങ്ങളും, ഇനി ഈവൻ ഷോർട്ട് കട്ട് ആവട്ടെ, ഒരു സെറ്റിങ്സ് ആവട്ടെ, എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പാനലിൽ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് പെട്ടെന്ന് ഫുഡ് ഓർഡർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ സ്വിഗ്ഗിയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്വിഗ്ഗി തിരഞ്ഞു പോയി എടുക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഹോം സ്ക്രീൻ നിറയെ ആപ്ലിക്കേഷൻ കിടക്കുകയായിരിക്കും. പക്ഷേ ഒരു എളുപ്പ വഴിയുണ്ട്. ജസ്റ്റ് നോട്ടിഫിക്കേഷൻ ട്രാക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ആപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ലോഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെബ്സൈറ്റോ ആപ്പോ എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ താഴേക്ക് ഡ്രാഗ് ചെയ്തതിന് ശേഷം അവിടെ ഒരു പെൻ ഐക്കൺ കാണും. ആ പെൻ ഐക്കൺ എടുത്ത് ആ ഒരു നോട്ടിഫിക്കേഷൻ പാനൽ മൊത്തം ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഇതിനൊന്ന് വലിച്ചു പിടിച്ചങ്ങ് ഇട്ടാൽ മതി. സാധനം സെറ്റാണ്. യൂസ്ഫുൾ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സിറ്റുവേഷനിൽ നല്ലതുപോലെ യൂസ്ഫുൾ ആവും. ചില ആപ്ലിക്കേഷൻ പെട്ടെന്ന് പടപെടാന്ന് എടുക്കേണ്ട ആവശ്യം ഉണ്ടാവും. അങ്ങനെയുള്ള ആപ്ലിക്കേഷനൊക്കെ പടപെടാന്ന് തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് കരുതുന്നത്. അതായത് ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് ഒരു കിടിലം കുറച്ച് ആപ്ലിക്കേഷൻസ് എനിക്ക് കിട്ടിയത്. അതുപോലെ തന്നെ ഈ ഓഗസ്റ്റ് മാസം 2 ആപ്പ് സീരീസ് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ആപ്പ് സീരീസിന് വേണ്ടി നിങ്ങൾ ഉറപ്പായിട്ടും വെയിറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ഈ വീഡിയോ ഞാൻ രാവിലെ 2 മണിക്കാണ് കേട്ടോ ഷൂട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ലൈക്കും ഷെയറും തരിക. താങ്ക് യു സോ മച്ച് ഗൈസ്. ലവ് യു. ടേക്ക് കെയർ.